Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, നമ്മളൊരു പുതിയ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ചാർജ് പ്രോസസ് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഡിസ്ചാർജ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ക്ലിനിക്കൽ സമ്മറി കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ നമ്മള്. ഓക്കെ, കഴിഞ്ഞു. ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ ഡിസ്ചാർജ്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. തേർഡ് മോഡ്യൂളിലെ തന്നെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അല്ലെ, നമ്മൾ പഠിക്കുന്ന കോഴ്സ് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മുടെ കോഴ്സിന്റെ പേര് തന്നെയാണ്. സോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട് അല്ലെ. അതിന്റെ എന്താണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, അല്ലാതെ തന്നെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. എന്നിങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ത്, ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം അല്ലെ. ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണ്ടേ? വേണോ? ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താലല്ലേ അത് നല്ല രീതിയിൽ നടപ്പാക്കുള്ളൂ. ആണോ? ഇപ്പൊ നമ്മളുടെ കോഴ്സില് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു അഡ്മിൻ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഏതൊരു ഓഫീസിലാണെങ്കിലും കമ്പനിയിൽ ഒരു അഡ്മിൻ പോസ്റ്റ് ഉണ്ടാവും. സോ ഈ അഡ്മിൻ ആണ് അവിടെയുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നതും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? അഡ്മിൻ ആയിരിക്കും അല്ലെ. ആ അഡ്മിന്റെ കീഴിലായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് പ്രവർത്തിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകളും ഇവരെല്ലാം ഹാൻഡിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ചെറിയ ചാപ്റ്റർ ആണ്, കുഴപ്പമൊന്നുമില്ല, പഠിക്കാനായിട്ട് എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കാം. ദെൻ സ്റ്റാർട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Administrator originated from the Latin word administrare. Underline ചെയ്യാട്ടോ. Administer എന്നൊരു വാക്ക് ഒറിജിൻ ചെയ്തത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നാണ്. Then അതിന്റെ മീനിങ് ആണ് പറയുന്നത് to care for or to look after people, to manage affairs. എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡ്മിനിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? To care for or to look after people, to manage affairs. കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? After people manage affairs. മാനേജിനെ നമ്മൾ മാനേജ് ചെയ്യുക, കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ആളുകളെ മാനേജ് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, നടപ്പിലാക്കുക. ഇതാണ് ഈ അഡ്മിനിസ്റ്റർ എന്നൊരു വാക്കിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നാണ് അത് ഈ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാറ്റിൻ വേർഡ് അഡ്മിനിസ്ട്രേറ്റർ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. ഓക്കെ, ഇനി താഴെ ഒരു ഡെഫിനിഷൻ പോലെയാണ് പറയുന്നത്. ഹെർബർട്ട് എ സൈമൺ എന്നുള്ള ഒരു വ്യക്തി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അദ്ദേഹത്തിന്റെ വാക്കിലൂടെ പറയാണ്. Administration is the activities of groups cooperating to fulfill common goals. Underline ചെയ്യാട്ടോ, അദ്ദേഹത്തിന്റെ ആ ഒരു കോട്ട് ആണത്. Administration is the activities of groups cooperating fulfill common goals. അതായത് പൊതുവായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഗോള്, പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സഹകരിക്കുന്ന ഗ്രൂപ്പുകൾ, അതായത് ഒരു കൂട്ടം ആളുകൾ ഒരു കോമൺ ഗോൾസ് നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഹെർബർട്ട് എ സൈമൺ പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ആ കോട്ട് തന്നിട്ട് റിട്ടേൺ ബൈ ചോദിക്കാം, കോട്ട് ആരുടേതാണ്. ഓക്കെ, എഴുതിയ വ്യക്തി അല്ലെ, ഹെർബർട്ട് സൈമൺ. ഇനി വീണ്ടും വേറൊരു വ്യക്തി, അടുത്തൊരാള് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് നോക്കാം കേട്ടോ. ലൂതർ ഗർലിക് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ, പേര് കിട്ടാത്ത പേരുകളൊക്കെയാണ്. എന്താണ് ലൂതർ ഗർലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത് നോക്കാം. Administration has to do getting things done with the fulfillment of objectives already defined. ലൂതർ ഗർലിക് പറയുന്നത് എന്താണ്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലക്ഷ്യങ്ങളൊക്കെ അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. ദെൻ ആ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ, ആ ലക്ഷ്യങ്ങൾ നേടാനായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടുപേരും പറഞ്ഞത് ഏകദേശം ശരിയൊക്കെ തന്നെയാണ്, സെയിം ആണ് അല്ലെ, സാമ്യമുണ്ട്, വാക്കുകളിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ലൂതർ ഗള്ളിക്കിന്റെ വാക്കും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, രണ്ടുപേരും അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി നോക്കാം. അപ്പൊ ഈ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫിൽ ഫുൾ ആയിട്ട് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നുള്ളതാണ്. Hospital administration is the governance of hospital as a business. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെ നമ്മളൊരു ബിസിനസ് ആയിട്ട് ആ ഒരു രീതിയിൽ കാണുമ്പോൾ ഹോസ്പിറ്റലിന്റെ ആ ഒരു ആശുപത്രിയുടെ ഭരണ നിർവഹണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കുന്നത്. Administration is made up of many healthcare managers and executives who handle individual departments. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതില് ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അവരൊക്കെ നിർമ്മിച്ചതാണ്. അല്ലെങ്കിൽ എന്താണ്? ഓരോരോ വകുപ്പുകൾ അല്ലെ ഹാൻഡിൽ മീൻസ് ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സുകളൊക്കെ ചേർന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. They are in charge of all the administrative and management function of their respective department. അല്ലെ, അവരവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ വകുപ്പുകളും ചുമതലകളൊക്കെ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനാണെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും അല്ലെ. ഇപ്പൊ നമ്മള് എന്താ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും അല്ലെ. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അവിടുത്തെ മാനേജ്മെന്റിനെ എംപ്ലോയീസിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നതും നിയമിക്കുന്നതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും അവിടെയുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. അത്രയും ഭാഗം ഒന്ന് വായിക്കാം. അപ്പൊ ഫസ്റ്റില് നമ്മൾ ലാറ്റിൻ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് വ്യക്തികളുടെ ഡെഫിനിഷനും. മനസ്സിലാക്കി വായിക്കണേ. ആദ്യത്തെ ആ ഒരു കുറച്ച് സെക്ഷനിൽ എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് മനസ്സിലാക്കി പഠിക്കാം. ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ. വായിച്ചു അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. The duties of administrator differ with the size and complexity of the hospital. അല്ലെ, എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഡ്യൂട്ടി സെയിം ആയിരിക്കോ?
എല്ലാ ഹോസ്പിറ്റലുകളിലെയും അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടി ഒരേപോലെ ആയിരിക്കും? വ്യത്യാസം ഉണ്ടാകും അല്ലേ? അത് ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ മൾട്ടി ഡെവലപ്ഡ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവരുടെ ഡ്യൂട്ടി കൂടുതലായിരിക്കും അല്ലെ? ഇനി കുറച്ചും കൂടി ചെറിയ അത്യാവശ്യം സേവനങ്ങളൊക്കെ മാത്രമുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഒരുപാട് എന്താ ഡ്യൂട്ടീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചുള്ള ഡിഫർ ആയിരിക്കും, വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. Administrators are contact between hospital board, other administrators are medical staff. Administrators okay. So administrators are contact between hospital board, other administrator and medical staff. ഇനി ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റൽ ബോർഡുമായിട്ടും അതുപോലെ തന്നെ മറ്റു അഡ്മിനിസ്ട്രേറ്റേഴ്സുമാരുമായിട്ടും അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരിക്കും. They organize hospital activities and prepare its overall policies. അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയും ഓവറോൾ പോളിസികളൊക്കെ അവർ തയ്യാറാക്കും. Then some administrators are in charge of hiring doctors and other staff. ചില അഡ്മിനിസ്ട്രേറ്റർമാര് ഡോക്ടേഴ്സിനെയും മറ്റ് സ്റ്റാഫുകളെയൊക്കെ ഹയർ ചെയ്യും, അതായത് അവരെയൊക്കെ നിയമിക്കും. Then carrying out employee evaluation and directing staff meetings. അതുപോലെ തന്നെ എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റാഫ് മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നു. Then they may also be accountable for hospitals' public relations and fundraising programs. അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് പബ്ലിക് റിലേഷൻസ് ഒക്കെ കൊണ്ടുവരിക, അതുപോലെ തന്നെ എന്താണ് ഫണ്ട് റേസിംഗ് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കുക. Since administrators develop programs for teaching and research hospital, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യണം? ടീച്ചിങ് പ്രോഗ്രാംസുകളും റിസർച്ച് പ്രോഗ്രാംസുകളും കൊണ്ടുവരണം. They have to keep up with the latest advance in medicine. അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജിക്കൊപ്പം അവർ എന്ത് വേണം? മുന്നോട്ട് പോകണം. അപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും വരുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മറ്റു രീതിയിലുള്ള പുതിയ പുതിയ ടെക്നോളജികളൊക്കെ അവർ ഉപയോഗിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഓരോന്നും ഞാൻ വായിപ്പിക്കുന്നത് കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സെയിം റിപ്പീറ്റ് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റർ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളോട് വായിക്കാൻ പറയുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. Complete ചെയ്തല്ലോ. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Large hospital maintains several administrators and assistant administrators. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അവരുടെ കീഴിൽ വരുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ടായിരിക്കും അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും വരുന്നത്. Then managing different departments well, one administrator is in charge overall. ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇൻചാർജ് ആയിട്ടുണ്ടായിരിക്കും, അതിന്റെ കീഴിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിരിക്കും. In small hospital,
one administrator may be in charge of a number of departments. ഇനി ചെറിയൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും കൂടി ഒറ്റ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. or even the entire hospital, total ആയിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഉണ്ടാവുക. In this case, for example, the administrator may access the budget for these departments and give final approval to hiring recommendations. So, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉള്ള ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഹോസ്പിറ്റലിന്റെ എൻറ്റയർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. ഇപ്പോ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബഡ്ജറ്റ്സ് എത്രയാണ്, വരവ് ചെലവ് കാര്യങ്ങൾ, സോ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കുകയും വിലയിരുത്തുകയും then hiring recommendations. ഇനി ബഡ്ജറ്റിൽ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് മാറ്റങ്ങളൊക്കെ വരുത്താനും ശ്രമിക്കുന്നത് ഇദ്ദേഹമായിരിക്കും ചെറിയ ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാം. ഓക്കെ, നമ്മൾ അതിന്റെ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ വായിച്ചത്. ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വായിച്ചത്. ദെൻ ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ എല്ലാവർക്കും? വായിക്കാനുണ്ട്, അതില് ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സുകളാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നത് പോസ്റ്റ് കോർബ് എന്നാണ്. പോസ്റ്റ് കോർബ് ഓരോന്നിനെയും ഓരോന്നും ഡിനോട്ട് ചെയ്യുന്നതിന്റെ പി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഓ ഓർഗനൈസിങ്, ദെൻ സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് കോർബ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ POSD അല്ലെങ്കിൽ പോസ്റ്റ് കോർബിനെ കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഓരോ ലെറ്ററും പഠിക്കണം. പി എന്ന് പറഞ്ഞ പ്ലാനിങ് ആണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത് ഇൻ പോസ്റ്റ് കോർബ് ഓ ഡിനോട്ട് അല്ലെങ്കിൽ ആ ഡിനോട്ട് എന്തെങ്കിലും ഒന്ന് ഡിനോട്ട് ചെയ്തത് എന്തിനാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ പോസ്റ്റ് കോർബ് എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം അതിൽ ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പേരുകൾ മാത്രം നോക്കാം. എലമെന്റ്സുകള് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്ലാനിങ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ് പ്ലാനിങ് എന്നുള്ളത്. എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കാം. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മുൻപേ നമ്മൾ എന്തെങ്കിലും ചെയ്യാറില്ലേ? പ്ലാൻ ചെയ്യില്ലേ? ചിലവർ പെട്ടെന്ന് എന്താ പറയാ പെട്ടെന്ന് പോകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്, പ്ലാൻ ചെയ്തിട്ട് പോകുന്നവരുണ്ട്. അപ്പോ ഒരു എന്താ പറയാ നമ്മളിപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വിചാരിക്കാം അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. എന്തൊക്കെ പ്ലാൻ ചെയ്യും നമ്മള്? എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്നത്? എന്തൊക്കെയാ ചെയ്യാറ്? നിങ്ങൾ പോവാറില്ല, പ്ലാൻ ചെയ്യാറില്ല? ടൈം, ആദ്യം എവിടെയാണ് പോകണ്ടേന്ന് പ്ലാൻ ചെയ്യണ്ടേ? ട്രിപ്പ് പോകണം, ഫുഡൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ. ട്രിപ്പ് പോകണം, നമുക്ക് എവിടെ പോണം? ഇനി 1 ഡേ പോണോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണോ? ഏത് വണ്ടിക്ക് പോണം അല്ലെ? എപ്പോ പോണം? എപ്പോ തിരിച്ച് നമ്മൾ വരണം? ഇതുപോലെ ഫുഡ് അവിടെ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണോ അല്ലെ? പിന്നെ എത്ര ഡ്രസ്സ് എടുക്കണം പോകുമ്പോ? ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോണം അല്ലെ? എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലാനിങ്സ് നമ്മൾ ചെയ്യാറില്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ?
നോർമലി ഒരു മനുഷ്യൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ലേ? അല്ലെ? ഏത് ഡ്രസ് ഇടണം അല്ലെ? എത്ര ദിവസത്തേക്ക് വരണം, വരുമ്പോ ഞാൻ ഏത് ഡ്രസ് ഇടും അല്ലെ? ആണോ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും മാറ്റമുണ്ടോ അതിലെ? ഓക്കെ, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നമ്മുടെ പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസ് എടുക്കണം അല്ലെ? വേറെ ഷോപ്പ് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ എന്താ പറയാ സെൽഫി സ്റ്റിക്ക് എടുക്കണോ, അതൊക്കെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ആണോ? നോർമലി നിങ്ങളെ പോലെ തന്നെ എല്ലാവരും നമ്മൾ ഒരേപോലെ കാര്യങ്ങളല്ലേ പ്ലാൻ ചെയ്യാറ്. So planning is the process of thinking about the activities needed to gain a desired goal. Underline ചെയ്യാട്ടോ. Planning എന്ന് പറയുന്നത് is the process of thinking about the activities needed to gain a desired goal. അതായത് നമ്മളൊരു ഡിസയർ, നമ്മളൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ടൂർ പോകണമായിരുന്നു, നമുക്ക് അവിടെ പോകണം. അപ്പൊ ആ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യണയാണ്. നമ്മൾ അങ്ങനെ പോകണം, ഇന്ന ഡ്രസ് ഇടണം, ഇത്ര മണിക്ക് പോകണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ പോകുന്നേ ഉള്ളൂ, പോകുന്നതിന് വേണ്ടി ചിന്തിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ then it is the first and foremost activity attain desired result. So ഇതാണ് ഒരു ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി. നമ്മളുടെ ഔട്ട്കം കിട്ടാനായിട്ടുള്ള നല്ലൊരു ഔട്ട്കം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് വേണം? പ്ലാൻ ചെയ്യണം. നമ്മൾ ടൂർ പോണ കാര്യം പറഞ്ഞു, നല്ല രീതിയിൽ പ്ലാൻ ചെയ്താലേ അത് നല്ല രീതിയിൽ ടൂർ പോയിട്ട് സക്സസ് ആയിട്ട് വരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? അല്ലാണ്ട് നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നവരുണ്ട് ഇല്ലേ? അങ്ങനെ പോകുന്നവരില്ലേ? എന്തായാലും പറയാ, പെട്ടെന്ന് കിട്ടണില്ല പറയാനായിട്ട്. പെട്ടെന്ന് തന്നെ പോകുന്നവരുണ്ട്. ഇപ്പൊ പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല കേട്ടോ. പക്ഷെ നമ്മുടെ പ്ലാനിങ്ങിൽ പറയുന്നത് നമ്മള് ഡിസയർ ആയിട്ടുള്ള, നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ലക്ഷ്യം നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്ലാൻ ചെയ്തിട്ട് നല്ല പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ബ്രോ അങ്ങനെയാണ്. ഇനി രണ്ടാമത്തതാണ്. അപ്പൊ പോസ്റ്റ് കോർബില് പി എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. രണ്ടാമത്തത് ഓർഗനൈസിങ്. Organizing consists of coordinating and allocating a firm's resources in order to execute its plan. അപ്പൊ ഓർഗനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ അല്ലെ? നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. ദെൻ നമ്മൾ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത റിസോഴ്സസിലേക്ക് എന്ത് ചെയ്യണം? അത് ഏകോപിപ്പിക്കാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യുകയാണ്. നമ്മള് റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്യാം. നമ്മൾ പോകാനായിട്ട് കുറെ കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുമല്ലോ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതാണ് ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ it consists of developing a structure for people, position, department and activities within the firm. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻസിലാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥാപനത്തിലെ ആളുകള്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സ്, അവരുടെ പൊസിഷൻസുകള്, ആക്ടിവിറ്റികള്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, ഓർഗനൈസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം വായിച്ചു നോക്കുക കേട്ടോ, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും. മനസ്സിലോ? ഇനി സ്റ്റാഫിംഗ് അടുത്തതാണ്. അപ്പൊ പോസ്റ്റ് കോർബില പി കഴിഞ്ഞു, ഒ കഴിഞ്ഞു, ഇനി എസ്. എസ് എന്താണ്? സ്റ്റാഫിംഗ്. Staffing is the process of finding the right work with the apt qualification or experience, recruiting them to fill a job position or role. അതായത് എന്താണ്? ആ ഒരു ജോബ് പൊസിഷൻ ഫിൽ ചെയ്യാൻ വേണ്ടി, വ്യക്തിക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫൈൻഡിങ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള ആളുകള് റിക്രൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്റ്റിംഗ്. പോസ്റ്റ് കോർബില് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് ഇസ് എ പ്രോസസ് in which the managers direct, guide and oversee the performance of workers to attain goals already determined.
ക്ലിയർ ആയത്? ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അവിടെ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ കൈവരിക്കുന്നതിന് ആ എംപ്ലോയീസ് അവർ നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസിലേക്ക് എന്ത് ചെയ്യണം, വിലയിരുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ അവരൊന്ന് മേൽനോട്ടം വഹിക്കുക. അതിനെയാണ് എന്ത് വിളിക്കുക, ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. Directing should be the heart of the management process. മാനേജ്മെന്റ് പ്രോസസ്സിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് എന്ത്, ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് സ്റ്റാഫുകളുടെ പെർഫോമൻസിലൊക്കെ വിലയിരുത്തുക, പിന്നെ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും സജഷൻസുകളൊക്കെ പറയാനുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും? ഓക്കെ ആണോ? സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേക്കന്റ് നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫിനെ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് കേട്ടോ. വായിച്ചോ സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്? Okay, then coordinating. അടുത്തതാണ് പോസ്റ്റ് കോർബുല coordinating. Coordination is the unification, integration, then synchronification of efforts of group members so as to give unity action in the pursuit of a common goals. കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള കോമൺ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. അതിനെയാണ് ഈ കോർഡിനേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. യൂണിഫിക്കേഷൻ അല്ലെ, അതായത് എന്താ അവിടെ പറയാ, യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകീകരണം, അതുപോലെ തന്നെ എന്താണ് ഇന്റഗ്രേഷൻ, ഒരു സംയോജനം. സിംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സമന്വയം, എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക. നെക്സ്റ്റ് വൺ ആണ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് മീൻസ് ടു ഫോർം എ സിസ്റ്റം whereby relevant needed information furnished to management with the help of reports. റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ഒരു റിപ്പോർട്ട്സിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളുടെ രൂപത്തിൽ നമ്മൾ മാനേജ്മെന്റിന് നൽകുകയാണ്. ഓരോ പ്രവർത്തനങ്ങളും ഒരു റിപ്പോർട്ടായിട്ട് കൊടുക്കുകയാണ്. അതിനാണ് റിപ്പോർട്ടിംഗ് എന്ന് വിളിക്കുന്നത്. Thus, report is the essence of any management reporting system. അണ്ടർലൈൻ ചെയ്യാം. റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയില്ല എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ട് ഫോമിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതിനെ എന്ത് വിളിക്കുക, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ട്സ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെർഫോമൻസ് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ വിളിക്കുമ്പോൾ റിപ്പോർട്ട് വായിക്കാന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ നിങ്ങൾ? മീറ്റിംഗ്സ് ഒക്കെ കൂടുമ്പോ, മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോ റിപ്പോർട്ട് വായിക്കൂലേ? റിപ്പോർട്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ട് വായിക്കില്ലേ? അതായത് അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ റിപ്പോർട്ടായിട്ട് എഴുതുന്നത്. ആണോ? കുടുംബശ്രീയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂണിറ്റ്സിലൊക്കെ നിങ്ങൾ മീറ്റിങ്ങുകളൊക്കെ റിപ്പോർട്ട്സുകളൊക്കെ തയ്യാറാക്കൂലേ? അപ്പോ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ അവിടെ റിപ്പോർട്ട് രൂപത്തിൽ എഴുതുന്നത്. ഓക്കെ, ദെൻ വായിച്ചു നോക്കുക കേട്ടോ. കോർഡിനേറ്റിംഗും റിപ്പോർട്ടിംഗും ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് ബഡ്ജറ്റിംഗും പറയാം.
വായിച്ചു എല്ലാവരും. The last one, budgeting. നോക്കാം. Budgeting is the process of designing a plan to spend money. അല്ലെ, പണം എങ്ങനെ ചിലവഴിക്കാം, അല്ലെ, ഏത് രീതിയിൽ ചിലവഴിക്കുന്നതായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനിങ് ആണ് എന്ന് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. This spending plan is called budget. Making the spending plan also allows you to decide advance whether you will have enough money to do the things you are required to do or would like to do. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മണി ഉണ്ടോ കയ്യില്, ഇല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മുൻകൂട്ടി നമ്മളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് നമ്മളത് ഇപ്പൊ വരവ് ചിലവ് കണക്കുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അതിനെയാണ് ഈ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കുന്നത്. Then budgeting is merely balancing expense with the income. നമ്മളുടെ എക്സ്പെൻഡിച്ചറും ഇൻകത്തിനെയും തമ്മിൽ ഒരു ബാലൻസിങ്, അതായത് സന്തുലിതാവസ്ഥ, നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ചിലവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. വരവ് ചിലവൊക്കെ ഒപ്പാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അല്ലാതെ വരവില്ലാതെ ചിലവ് ഒരുപാട് കൂടിപ്പോയിട്ട് കാര്യമില്ലല്ലോ. സോ അതിനെ നമ്മൾ ഈക്വൽ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു നോക്കാം കേട്ടോ ബഡ്ജറ്റിംഗ്. കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ നമ്മൾ നോക്കിയത് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. എന്തൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള്? പ്രധാനമായിട്ടും 3 റോളാണ് പറഞ്ഞത്. ഇന്റർപേഴ്സണൽ റോൾസ്, ഇൻഫോർമേഷണൽ റോൾസ്, ദെൻ ഡിസിഷണൽ റോൾസ്. ഇനി ഈ ഓരോ റോൾസിലും പറയുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കാം, ഇന്റർപേഴ്സണൽ റോൾസ്. വ്യക്തിപരമായിട്ടുള്ള കുറച്ച് റോൾസുകൾ എന്തൊക്കെയാണെന്ന്. വ്യക്തിപരമായിട്ടുള്ള റോൾസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിഗർ ഹെഡ്, ലീഡർ, ദെൻ ലിസൺ. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു തലവനായിട്ട് പ്രവർത്തിക്കാണ്. ഒരു ഹെഡായിട്ട് എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കണം. ലീഡർ ആസ് എ ലീഡറായിട്ട് ഒരു എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലീഡറായിട്ട് പ്രവർത്തിക്കുക. ലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ്, ഇപ്പൊ ഒരു അവിടുത്തെ ഒരു എംപ്ലോയീസ് ആയിട്ടൊക്കെ നല്ലൊരു എന്താ പറയാ, ഒരു നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം, റിലേഷൻസ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇൻഫോർമേഷണൽ റോൾസ്. ഇൻഫോർമേഷണൽ റോൾസിൽ അദ്ദേഹം എന്തൊക്കെയാണ്? മോണിറ്റർ ചെയ്യുന്നത്, അതായത് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കണം. ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്യുന്നത് എന്ത് ചെയ്യാം? നിരീക്ഷിക്കണം. ഡിസിമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയൂലേ. അതായത് ഇപ്പോ ഇൻഫോർമേഷൻസുകളൊക്കെ നൽകുക, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. സ്പോക്സ് പേഴ്സൺ. സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വക്താവ്, എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വക്താവ്, അതാണ് സ്പോക്സ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ റോളാണ് ഡിസിഷണൽ റോള്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു സംരംഭകനായിട്ട് നിലകൊള്ളണം. ദെൻ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, അതായത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ആ ഒരു ഷോപ്പില് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയണം.
Then resource allocator. വിഭവങ്ങള് ഒരേ രീതിയിൽ എല്ലാവർക്കും വിഭവങ്ങള് allocate ചെയ്യാം. Then negotiator എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇടനിലക്കാരനായിട്ട് ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുക. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത് ഫിഗർ ഹെഡ്, then leader liaison, then informational roles എന്തൊക്കെയാണ്, then decisional roles. Okay, വായിച്ചു നോക്കുക കേട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. മൂന്ന് റോൾസുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, പഠിക്കണം. ഓക്കെ, റോൾസ് നോക്കിയല്ലോ. ഇനി സ്കിൽ നീഡഡ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആൾക്ക് ആവശ്യത്തിനുള്ള കഴിവും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് സ്കിൽസ് എന്ന് നോക്കാം. ടെക്നിക്കൽ സ്കിൽസ്, ടെക്നിക്കൽ പരമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ സ്പെസിഫിക് ഫീൽഡ്, സ്പെസിഫിക് ഫീൽഡിൽ പ്രത്യേക അറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് കാര്യങ്ങളൊക്കെ വേണം. Then human skills, human skillsൽ പറയുന്നത് the potential to work well with other people, മറ്റു വ്യക്തികളുമായിട്ട് നല്ല യോജിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം. Then conceptual skills, conceptual എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കാന്നൊക്കെ പറയില്ലേ മറ്റുള്ളവരെ. The capacity to think and justify about abstract and complex situation which concerns the organization. അതായത് ഒരു സ്ഥാപനവും ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് പ്രശ്നങ്ങൾ, നിഗൂഢമായിട്ടുള്ളതും അബ്സ്ട്രാക്ട് ആയിട്ടുള്ളതും. ജസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്താണ് ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്നുള്ള അങ്ങനെ ഒരു ഇൻസിഡൻസുകളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, അത് സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഇതാണ് കൺസെപ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ സ്കിൽസ് വേണ്ടത് ടെക്നിക്കൽ വേണം, ഹ്യൂമൻ വേണം, കൺസെപ്ച്വൽ വേണം. 3 ടൈപ്പ് സ്കിൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. വായിച്ചു നോക്കാം കേട്ടോ. സ്കിൽസ് പഠിക്കണം, സൈഡിൽ നോട്ട് ചെയ്യുക. സ്കിൽസ് എന്തൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടത്? വായിച്ചോ, സ്കിൽസ് ഏതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? ഓക്കെ, വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം.
hospital administration is all about running the department in a smooth manner. Smooth ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ hospital administrator ആവശ്യമാണ്. Although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. They may have variety of responsibilities. ഇനി ചിലപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇപ്പോൾ ഡയറക്ട് പേഷ്യന്റ് കെയറിലും ഈ അഡ്മിനിസ്ട്രേറ്റീവിന് ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട്. Then they may have variety responsibilities. അല്ലെ, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ലൈക്ക് ഏതൊക്കെയാണ്? മാനേജിങ് ഫിനാൻസിംഗ് ഒക്കെ മാനേജ് ചെയ്യണം. Then ensuring the department meets regulatory needs and hiring high quality സ്റ്റാഫുകളൊക്കെ ഹയർ ചെയ്യണം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുക. These professionals can find work in a variety healthcare organization which consists of hospital, clinic, corporations and government agencies. അപ്പോൾ ജോലിക്കാരെ കണ്ടെത്തണം. അതുപോലെ തന്നെ ആരോഗ്യ സംഘടനകളിലും മറ്റും ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അല്ലെ, അത് പേഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഫിനാൻസ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബഡ്ജറ്റിന്റെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിനെയും സ്റ്റാഫുകളെയും ചിലപ്പോൾ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ, മീറ്റിംഗ്സുകളൊക്കെ വിളിച്ചു കൂട്ടണം. ദെൻ അതുപോലെ തന്നെ എന്താണ് ഫിനാൻസും, അങ്ങനെയുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അടങ്ങുന്നതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിലോ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വായിച്ചു നോക്കാം പാരഗ്രാഫ്. അവിടെ അണ്ടർലൈൻ ചെയ്യാനൊന്നും ഇല്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുക, അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല. Okay, next paragraph നോക്കാം. Hospital administrators coordinate all departments within the healthcare facility to make sure that they function as one. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ടും ഏകോപിച്ച് പ്രവർത്തിക്കാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കഴിയണം. Their proficiency is needed to execute, plan, organize, direct and monitor the outcomes of medical and health service. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസിനെ എക്സിക്യൂട്ട് ചെയ്യണം, പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, ഡയറക്ട് ചെയ്യണം, മോണിറ്റർ ചെയ്തിരിക്കണം. The role of hospital administrators differs from one institution to the next. നമ്മൾ പറഞ്ഞു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പോലെ ആയിരിക്കില്ല മറ്റൊരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം അതിന്റെ സൈസ് അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ഡ്യൂട്ടികൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. Then duties most often include എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്നാണ് താഴെ പറയുന്നത്. പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം കേട്ടോ. Serving as contact among governing bodies, medical staff and departmental heads. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാരഗ്രാഫിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും പോയിന്റ് ആയിട്ട് പറഞ്ഞത് മാത്രം. ഗവേണിംഗ് ബോഡി ആയിട്ടും മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരിക്കണം.
Then recruiting, hiring, accessing nurse, doctors, assistant administrators. Doctors name, nurses name, then assisting administrators name recruit ചെയ്യണം. Then organizing, directing, controlling, and coordinating services directly by the hospital board. Hospital board ന്റെ പ്രകാരം എന്ത് വേണം? പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്യാൻ, ഡയറക്ട് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. Then supervising the creation and implementation of programs and policies for patient service, quality assurance, public relation, outreach, and departmental activities. എന്താണ് പറയുന്നത്? അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യണം. ദെൻ പ്രോഗ്രാംസും പോളിസികളൊക്കെ നടപ്പിലാക്കാം. ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യണം, അതിനെ സൂപ്പർവൈസ് ചെയ്യിപ്പിക്കണം. Advancing and expanding programs and services for scientific research and preventive medicine, research hospital പ്രവർത്തനങ്ങൾ, അതായത് ഇതുപോലെ തന്നെ എന്താ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളും മറ്റും അങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടപ്പിലാക്കാം. ദെൻ ഇതുപോലെ റിസർച്ച് പ്രോഗ്രാംസുകളൊക്കെ സംഘടിപ്പിക്കും. ഇത്രയുമാണ് ഡ്യൂട്ടീസ് പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസുകൾ പോയിന്റ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു എല്ലാവരും? ഓക്കെ, നമ്മളത് പുതിയൊരു ചാപ്റ്റർ ആണ് എടുത്തത്. ഫസ്റ്റ് ഉടനെ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതില് ഫസ്റ്റ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ദെൻ ആ ഒരു വേർഡ് ഒറിജിൻ ചെയ്തിട്ടുള്ള ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നാണ്. ദെൻ രണ്ട് വ്യക്തികള്, ഹെർട്ട്ബോർഡ് എ സൈമണും അതുപോലെ തന്നെ എന്താണ്, ബോറിംഗ് ആണോ ചാപ്റ്റർ ആണോ? ബോറിംഗ് ആണെന്ന് വരുന്നു സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? എല്ലാ ചാപ്റ്റേഴ്സും ചിലപ്പോൾ ഒരുപോലെ ഇരിക്കില്ല അല്ലെ, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, പഠിച്ചേ പറ്റൂ. ദെൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേൾക്കുന്ന പറയുന്നത് ഞാനല്ലേ അല്ലേ? നിങ്ങൾക്കാണോ ബോറിംഗ്? ഉച്ച സമയമായതുകൊണ്ടാണോ? അത്യാവശ്യം നല്ല ഉറക്കമന്റെ ടൈമൊക്കെയാണ് അല്ലെ? അപ്പൊ കുറച്ച് അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് വരുമ്പോ ബോറിംഗ് ഇച്ചിരി തോന്നിയേക്കാം. നേരത്തെ നമുക്കത് പഠിപ്പിക്കാതിരിക്കാനോ നിങ്ങൾക്ക് പഠിക്കാതിരിക്കാനോ പറ്റില്ല അല്ലെ? എസ് എ പോലെയാണ്. എക്സാം എസ് എ പോലെ അല്ലല്ലോ, പഠിക്കാനുണ്ട് എങ്കിലും എക്സാം കുഴപ്പമില്ലല്ലോ. അപ്പൊ പഠിക്കണം, ബോറിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കാനുണ്ട് അല്ലെ? സോ രണ്ട് വ്യക്തികളുടെ ഡെഫിനേഷൻ പഠിക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എലമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. എലമെന്റ്സുകൾ പഠിച്ചു വെക്കുക. ദെൻ റോൾസുകള് എന്തൊക്കെയാണ്, ദെൻ സ്കിൽ നീഡഡ് സ്കിൽസുകള്, ദെൻ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഇത്രയും പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അധികം എടുത്ത് പോവാക്കണില്ല. ഓക്കെ, ദെൻ ഇവിടെ വരെയാണ്. നന്നായിട്ട് വായിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പോർഷൻസുകൾ എടുക്കണം. സോ നന്നായിട്ട് വായിക്കണം, പഠിക്കാനായിട്ടുണ്ട്. ചെറിയ ചെറിയ പോയിന്റ്സുകളാണ് എങ്കിലും പഠിക്കാനായിട്ടുണ്ട്. ദെൻ എന്താണ് മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.